എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇത്തിരി ബിസി ആയിപ്പോയി. കുറേ ആൾക്കാർ ചോദിച്ചതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. മസാജിങ് വീഡിയോ ആണ്. ആൻറ്റി ഏജിങ് അറിയാമല്ലോ. നമുക്ക് നമ്മുടെ പ്രായമാകും തോറും നമ്മുടെ ഫേസിൽ ചുളിവുകളും വരകളും ഫേസ് തൂങ്ങലും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കുന്ന ഒരു നല്ല സൂപ്പറായ ഒരു മസാജിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഫേസ് മസാജ്. ഇതിനൊരു ക്രീമോ ഇതിന് പൈസ കൊടുത്ത് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ 2 കൈ മാത്രം മതി. ഈ കൈ വെച്ച് നമ്മൾ ചെയ്ത് നമ്മുടെ ഫേസിന് നല്ല തിളക്കം, നല്ല ഗ്ലോ, ഫേസ് ടൈറ്റിങ് ആവും, ചുളിവുകൾ റിങ്കിൾസ് എല്ലാം മാറും. നിങ്ങളിത് സംശയമുണ്ട് ചെയ്ത് നോക്കുക. ഒരു 1-2 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും. ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ചത് ചെയ്യുക. ഒരാഴ്ച നല്ല ഡെയിലി ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്കിത് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് പാക്കുകൾ, ഒരുപാട് ഫേഷ്യലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാസ്കുകൾ, ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ടാണ്, നമ്മുടെ കിച്ചണിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ചിലർക്ക് മെനക്കേടാണ്. ഇതെല്ലാം എടുക്കണം, പാക്ക് ഉണ്ടാക്കണം, മസാജിങ് ക്രീം ഉണ്ടാക്കണം, സ്ക്രബ് ഉണ്ടാക്കണം. ഇത് യാതൊന്നും തന്നെ ഇല്ല. ഇത് നമ്മുടെ കൈ 2 മാത്രം മതി. പിന്നെ ഒരു ഓയിൽ, നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ലതാണ് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക്. ചിലർക്ക് വെളിച്ചെണ്ണ അലർജി കാണും. പക്ഷെ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത് നല്ലതാണ് കുരു വരാത്തവർക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബദാം ഓയിൽ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തെങ്കിലും ഒരെണ്ണം ഒരു ഓയിൽ കണ്ടന്റ് വരണം. നമ്മുടെ കയ്യിലൊരു ഓയിൽ ഒരു ഇത് വരണം. അതിനു വേണ്ടി എന്നാലേ നമുക്ക് ഫേസിൽ നല്ല ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇത് വളരെ എഫക്റ്റാണ്. നിങ്ങൾക്കറിയാം, ഞാൻ മുന്നേ ഫേസ് മസാജ്, ഫേസ് യോഗ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന് നല്ല വ്യൂ ആണ്. ഇഷ്ടം പോലെ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഇപ്പോഴും ഒരു ലേഡി എന്നെ വിളിക്കാറുണ്ട്. പറയാൻ കാരണം, ചിലർ ചോദിക്കും, ഇനി ഇതിപ്പം എത്ര പ്രായത്തിൽ ചെയ്യാം? എനിക്ക് വയസ്സ് 75 ഉണ്ട്, 80 ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാമോ? ഇതെല്ലാവർക്കും ചെയ്യാം. 90 വയസ്സ് 100 വയസ്സുള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം എവിടെയാ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഞാൻ ആദ്യം ഒരു ഫേസ് മസാജിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു കമന്റിൽ കമന്റ് അല്ല, എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചതാണ് ഒരു സ്ത്രീ. എനിക്ക് 75 വയസ്സുണ്ട്, 71-72 വയസ്സുണ്ട്, എനിക്കിത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൂപ്പറായിട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല, ചെയ്തോളാൻ പറഞ്ഞു. ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, ബിഫോറും ആഫ്റ്ററും. അപ്പൊ പണ്ടുള്ള ഫേസും അത് കഴിഞ്ഞുള്ള ഫേസും ആ ലേഡി എനിക്ക് അയച്ചത്. ചിലപ്പോൾ അവര് ഇതിനകത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, ഇത് കാണുന്നുണ്ടായിരിക്കും. വളരെ ചേഞ്ചാണ്, വളരെ ചേഞ്ച്, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. പക്ഷെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡെയിലി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് ചിലപ്പോൾ മെസ്സേജൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രായത്തെക്കുറിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഏത് പ്രായത്തിലും അയ്യോ ഞാൻ പ്രായമായിപ്പോയോ, കുറേ ചുളിവുകളൊക്കെ ഉണ്ട്, ഇനി ഈ ചുളിവൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും മാറത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഒരു 35-40 വയസ്സുള്ളവർ നിർബന്ധമായിട്ടും ചെയ്യണം. കുറച്ച് കുട്ടികൾ ചെറുപ്രായമൊക്കെ ആണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരു ഏജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. ഇപ്പോഴൊരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സൊക്കെ ആയാലും 70 വയസ്സായാലും നമ്മുടെ ചുളിവുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചുളിവുകൾ വരാതിരിക്കുക. പക്ഷേ ചുളിവുകൾ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഏത് പ്രായത്തിലും ആ പ്രായത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാവും. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ ഒന്ന് നമുക്ക് പരിഹരിച്ചെടുക്കാനും പറ്റും. നമ്മുടെ ഫേസ് സുന്ദരമാക്കി ഇരിക്കാം. ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഒരു പാക്ക് ഇടണ്ട, ഫേഷ്യലും ചെയ്യേണ്ട, ഒന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരുപാട് പാക്കും ഫേഷ്യലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അതിനോടൊപ്പം ഇത് ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇത് മാത്രം ചെയ്താലും ഒരുപാട് ഗുണമുള്ളതാണ്. എൻ്റെ മുന്നേ ഉള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ കമന്റ് നോക്കുമ്പോൾ അറിയാം ഓരോരുത്തരുടെ റിസൾട്ട്. ഇപ്പൊ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രായം ആയവർക്ക് കൂടുതലായിട്ട് എഫക്റ്റ് കിട്ടുന്നതിനാണ് ഞാനിപ്പോൾ നന്നായിട്ട് ചെയ്യുന്നത്. വെച്ചാൽ ചുളിവുകളെയൊക്കെ മാറ്റാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ 2 lakhs കൂടുതലായി. അതിന്റെ സന്തോഷവും നന്ദിയും ഞാൻ ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിന്റെ പ്രധാന കാരണം. അതിനാദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഇടുന്നത്. അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് ഇതുപോലുള്ള വേണ്ടുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് തുടങ്ങാം.
എന്നോടൊപ്പം നിങ്ങൾ ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഞാനിപ്പം ഒരു ചെറിയ ക്രീം, ഇവിടെ ഇരുന്ന് ഒരു ക്രീം എടുത്ത് ഒരു മയത്തിന് വേണ്ടി ഇടുകയാണ്. ഇതില്ലാതെ നമുക്ക് ചെയ്യാം, പക്ഷെ എന്തെങ്കിലും ഒരു ഓയിൽ ഇത് വേണം, അതുകൊണ്ടാണ് ഇടുന്നത്. എന്തെങ്കിലും വെളിച്ചെണ്ണയായോ എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ, വേറെ ഒന്നിന്റെയും ആവശ്യം ഇതിനകത്തില്ല, ഒരു 10 പൈസയുടെ ചെലവ് ഇതിനകത്തില്ല. ഇങ്ങനെ കൈ ഒന്ന് മയങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ 2 വിരലാണ്. നമുക്ക് സ്കിൻ ടൈറ്റ് ആവാൻ ഈ വിരൽ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. ഇങ്ങനെ വെച്ചിട്ട് എന്നോടൊപ്പം തന്നെ ചെയ്യുക. 2 3 4 5 6 7 8 9 10. അപ്പം നമ്മുടെ ജോ ലൈനൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അപ്പം അതിനുള്ളതാണ് ഈ ചെയ്യുന്നത്. ഇനി നമ്മുടെ കൈ 2 വിരൽ, ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഭാഗം നമ്മുടെ താടി ഭാഗം, ഇവിടെയൊക്കെ നല്ല ഷേപ്പ് വരാനാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തില്ല, അതുപോലെ തന്നെ നമ്മൾ കുറേ ഏജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു രീതി തന്നെ നമ്മൾ വീണ്ടും നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. പിന്നെ അതുപോലെ തന്നെ ഒരു വിരൽ ഇവിടെ വയ്ക്കുക, ഒരു വിരൽ ഇവിടെ വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10. ഇതൊക്കെ സംസാരിക്കാതെ ചെയ്യേണ്ടതാണ്, പക്ഷെ നിങ്ങളോട് സംസാരിച്ച് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഈ വിരൽ തന്നെ എടുക്കുക. നമ്മുടെ ഇവിടെ ഒരു ലാഫിംഗ് ലൈൻ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ലൈൻ ഇങ്ങനെ തൂങ്ങുമല്ലോ, നമുക്ക് എല്ലാവർക്കും എനിക്കും എല്ലാം ഉള്ളതാണ്. ഞാനിത് നിങ്ങളെ കാണിക്കുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഞാനിതൊന്നും ചെയ്യാറില്ല. ചെയ്താൽ വളരെ നന്നായിരിക്കും. ചെയ്യാത്തതിന്റെ അപാകത നമ്മളിൽ കാണുകയും ചെയ്യും. അതുകൊണ്ട് ഇനി പറയും, അയ്യോ ഈ ടീച്ചർ ഇവിടെ നിന്ന് ചെയ്യുന്നത്, ടീച്ചറിന് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ കാണും. ഞാൻ ചെയ്യാറില്ല, പക്ഷെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഗുണം കാണും. വിരലിങ്ങനെ പിടിക്കുക. ഇവിടെ നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ തൂങ്ങാതിരിക്കാൻ വളരെ നല്ലതാണ്. ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. ഇത് ഞാൻ 10 ആണ് ചെയ്യുന്നത്. 10 എങ്കിലും കുറഞ്ഞത് ചെയ്യണം. 10 അല്ല, 20 ടൈംസ്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 20 ടൈംസ് ചെയ്യണം. ഞാനിത് 20 ചെയ്താൽ ഒരുപാട് വീഡിയോ കൂടിപ്പോവും. എന്നാണ് ചെയ്യുന്നത് ഇങ്ങനെ. ഇനി ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഓ പോലെ ഇങ്ങനെ പിടിക്കുക. ഇവിടെ ശരിയാക്കാനാണ്. അപ്പൊ എനിക്ക് എണ്ണാൻ പറ്റത്തില്ല. നിങ്ങളൊരു 10 20 പ്രാവശ്യം നിങ്ങൾക്കിത് ചെയ്യാം. ഇനി അതുപോലെ തന്നെ 2 വിരലിങ്ങനെ പിടിക്കുക. ഇത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും കൂട്ടി ചെയ്യാം. ഈ വിരൽ തന്നെ എടുക്കുക. ഇവിടെ നമ്മുടെ ചീക്ക് ബോൺ ഉണ്ടല്ലോ, ഈ ഭാഗം കവിളല്, ആ കവിളല് ചിലർക്ക് ഇങ്ങനെ ഉണ്ടിയിരിക്കും. അത് കറക്റ്റ് ചെയ്ത് വരാനാണ്. അത് ഒരുപാട് അങ്ങ് പൊങ്ങി കഴിഞ്ഞാൽ വൃത്തികേടായിട്ട് ചിലർക്ക് തോന്നും. അത് അങ്ങനെ ഇതെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനെയൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഈ ഭാഗത്തേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അതാ ഇങ്ങനെ പിടിക്കുക, കൈ ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇനി ഇവിടെ 1 2 3
4, 5, 6, 7, 8, 9, 10. കവിളിൻ്റെ ഈ എല്ല് ഭാഗത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ബാക്കിയൊന്നും ഒരുപാട് പ്രസ് ചെയ്ത് ചെയ്യേണ്ട, സാധാരണ രീതി. പക്ഷെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ പിടിച്ചിട്ട് തന്നെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഭാഗമാണ്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതൊക്കെ നമുക്ക് നല്ല ചുളിവുകളൊക്കെ മാറാനും ടൈറ്റ് ആവും. നമ്മുടെ ഈ ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്ന സ്കിന്നൊക്കെ വളരെ ടൈറ്റ് ആവും. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ കമന്റ് ഇടും അതിന്റെ റിസൾട്ട്. പിന്നെ കണ്ണിന്റെ താഴെ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഈ വരെ റിംഗ് ഫിംഗർ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. ഇത് സെൻസിറ്റീവായ ഒരു സ്ഥലമാണ്. അപ്പൊ അതേപോലുള്ള ചെറിയ മസാജ് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കണ്ണടച്ച് പിടിക്കുക. കണ്ണടച്ച് പിടിച്ചിട്ട് ഈ 2 വിരൽ വെച്ച് കണ്ണടച്ച് പിടിക്കണം. ഈ ഐബ്രോ വെച്ചിൽ കണ്ണൊന്ന് പൊക്കി പിടിക്കുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. 1, 2, 3, 4, 5 ആൻറ്റി ക്ലോക്ക് വൈസ്. 1, 2, 3, 4, 5. അതുപോലെ തന്നെ ഇവിടെ അടച്ചു പിടിക്കുക. 1, 2, 3, 4, 5. തിരിച്ച് 1, 2, 3, 4, 5. ഇത് 5 ഒന്നുമല്ല, നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ കണ്ണ് മാത്രം നിങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. രാത്രിയിലൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്രയും ഗുണം നമുക്ക് കിട്ടും. പിന്നെ ഐബ്രോ, ഈ 2 വിരൽ വെച്ച് ഐബ്രോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമ്മുടെ നെറ്റിയാണ്. ഒരു കൈ മുകളിലേക്ക് പിടിച്ചിട്ട് 1, നേരെ നടുക്കം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 2 വിരൽ വെച്ചും ചെയ്യാം, ഒരുമിച്ചും ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആയിട്ടും ചെയ്യാം. ഇത് ഞാൻ ഇങ്ങനെ വിരൽ നിങ്ങളെ ഇങ്ങനെ പൊക്കി എടുത്ത് കാണിച്ചതാ. ഇനി ഇവിടെ 2 കൈ വെച്ചിട്ട് ഈ ഒറ്റ വിരൽ വെച്ച് നമ്മുടെ ഈ ഭാഗത്ത് വിരൽ വയ്ക്കുക. തള്ളവിരല് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് 1 കംപ്ലീറ്റ് ഫേസ് കവിളിന് 2, 3, 4. ഇതൊന്ന് ഹോൾഡിങ് ചെയ്യാം. അത് ചെയ്ത് കാണിക്കാം. 5 ഒന്ന് ഹോൾഡ് ചെയ്യുക. 6, 7, 8, 9, 10. ഞാൻ ആദ്യം ഹോൾഡ് ചെയ്തില്ല, നിങ്ങൾ ഹോൾഡ് ചെയ്ത് തന്നെ ചെയ്യാം. ഇപ്പൊ ഒരു 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാം ഓരോന്നും. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴും കുറച്ചും കൂടെ നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവും. പിന്നെ കവിളാണ്. കവിളിന്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ക്രീം കൈ തൊട്ടിട്ട് തൊടണമെന്നൊന്നുമില്ല. ആദ്യ പ്രാവശ്യം തൊട്ടാൽ മതി. കണ്ടോ, ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് സൗന്ദര്യം കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുക. 1, 2, 3, 4, 5. ഇനി ഇവിടെ 1, 2, 3, 4, 5. ഞാനൊന്ന് സ്പീഡ് ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്ക് പതുക്കെ ചെയ്യാം. 1, 2, 3, 4, 5. ഇങ്ങനെ ചെയ്യാം. ഇനി നല്ലൊരു പിഞ്ചിങ് കൊടുക്കുക. ഇത്രയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന മസാജ്. വേറെ മസാജിങ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ആന്റി ഏജിങ്, നമ്മുടെ പ്രായത്തെ ചെറുക്കാനായിട്ട്. ചില ആൾക്കാർ ചോദിക്കുന്നത് പ്രായം കുറയ്ക്കാൻ പറ്റുമോ, നമ്മൾ ഇതൊക്കെ ചെയ്താൽ പ്രായം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഫേസ് മറ്റൊരാൾ കാണുമ്പോൾ കുറച്ച് യങ്ങായിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല, നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും.
നമ്മളുടെ മക്കളുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും ഇത് നമുക്ക് എന്താ ചെയ്താലും നമ്മുടെ 2 കൈയുള്ള എല്ലാവർക്കും ചെയ്യാം. അപ്പം കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഫേസിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരും 100% റിസൾട്ട് ഉള്ളതാണ്. എനിക്ക് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന്? തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 5 ദിവസം ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ഇടുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് പറയുക. നിങ്ങൾ ഡെയിലി ചെയ്യാം, എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഫേസ് യോഗയുടെ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.